ഞാൻ മഹേഷിനെ നോക്കി ചിരിക്കുക മാത്രം ചെയ്തു. അങ്ങനെ അധികം വൈകാതെ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ് മഹേഷിൻ്റെ വീട്ടിലെത്തി. ഒരു പ്രകൃതിരമണീയമായ സ്ഥലം. കുന്നിൻ ചെരുവിലാണ് മഹേഷിൻ്റെ വീട്. ചുറ്റും കൃഷിയും കുളവും ഒക്കെയുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ ആ സ്ഥലവുമായി എടുത്തു. ഇപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരു മാസമായി. ഞങ്ങളുടെ രാത്രികളും പകലുകളും എല്ലാം വളരെ സന്തോഷത്തോടെ കടന്നുപോയി. കല്യാണത്തിന് മുന്നേ ഞാൻ ആഗ്രഹിച്ചിരുന്നതെല്ലാം മഹേഷേട്ടൻ എനിക്ക് ചെയ്തു തന്നിരുന്നു. നീ നല്ല സൗന്ദര്യമുള്ള പെണ്ണ, അത് നിന്നെ തന്നെ ഞാൻ നോക്കി വെച്ചത്. നിന്നെ എനിക്ക് ലഭിച്ചത് എൻ്റെ ഭാഗ്യമാണ്. എന്നിട്ടാണോ ആ ഭാഗ്യത്തെ വിട്ട് നാളെ പോകുന്നത് മഹേഷേട്ടാ? എന്ത് ചെയ്യാനാ മുത്തേ? എൻ്റെ ജോലി അങ്ങനെയല്ലേ മോളെ. ഞാൻ എന്തായാലും കൊണ്ടുപോകും. എന്ന് കൊണ്ടുപോകും? അടുത്ത വട്ടം വരുമ്പോൾ നിന്നെ ഞാൻ കൊണ്ടുപോകും. ആ ഏട്ടാ, വെറുതെ ഇങ്ങനെ പറഞ്ഞെന്നെ കൊതിപ്പിക്കല്ലേ ഏട്ടാ, എനിക്ക് സഹിക്കാൻ പറ്റില്ല. അടങ്ങി നിൽക്കടി അവിടെ എന്നും പറഞ്ഞ് എന്നെ പിടിച്ചു നിർത്തി. പിറ്റേന്ന് രാവിലെ പിറ്റേന്ന് രാവിലെ മഹേഷ് പോവാൻ നിന്നു. അമ്പിളി, ഞാൻ പോവാണ്, എന്ന് വരുമെന്ന് അറിയില്ല. അതുവരെ നീ വീട്ടിലുണ്ടാവണം, എവിടേക്കും പോകരുത്. ഞാൻ എവിടേക്ക് പോവാനാ? ഇതല്ലേ എൻ്റെ വീട്. അങ്ങനെ അവളോട് യാത്ര പറഞ്ഞ് മഹേഷ് പുറത്തേക്ക് ഇറങ്ങി. അമ്മായച്ചൻ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. മോനെ, ഫ്ലൈറ്റ് മിസ്സാവും, വേഗം ഇറങ്ങ്. അച്ഛ, അവളെ നന്നായി നോക്കിക്കോണം. അതും പറഞ്ഞ് മഹേഷ് പോയി. അന്നത്തെ ദിവസം മുഴുവനും ഞാൻ കരഞ്ഞു നീക്കി. ഭർത്താവ് പോയതിനു ശേഷം ഞാൻ അമ്മായച്ചനെ കൃഷിയെ സഹായിച്ചാണ് അവിടെ കഴിഞ്ഞത്. അങ്ങനെ ഒരു ദിവസം നല്ല മഴയുണ്ടായിരുന്നു. അമ്മായിച്ചൻ കുന്നിൻ മുകളിൽ അപ്പോഴും പണിയിലായിരുന്നു. അപ്പോഴാണ് മഹേഷിന്റെ ഫോൺ വന്നത്. അത് പറയാൻ ഞാൻ ഓടി അമ്മായിച്ചൻ്റെ അടുത്തേക്ക് പോയി. അമ്മായിച്ചൻ്റെ അടുത്തെത്തിയതും ഞാൻ വഴുതി അച്ഛൻ്റെ മുകളിൽ വീണു. ഞാനും അച്ഛനും ഉരുണ്ട് ഒരു വാഴയുടെ അടിയിൽ വന്ന് നിന്നു. ഇപ്പോൾ എൻ്റെ അമ്മായിച്ചൻ എൻ്റെ മുകളിലാണ്. അച്ഛൻ എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അച്ഛൻ എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ വീണ്ടും വീണ്ടും തിരിച്ചതേപോലെ തന്നെ വീണു. ഒരുവിധം അച്ഛൻ എണീറ്റ് എന്നെയും എണീപ്പിച്ചു. ഞാൻ നോക്കുമ്പോൾ അച്ഛൻ്റെ മേലെല്ലാം ചേറും മണ്ണൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ അതെല്ലാം തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒപ്പം എൻ്റെ ഇതിലെ മണ്ണും അച്ഛൻ തട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചാരിയെല്ലാം നേരെയാക്കി. മോളെ, വല്ലതും പറ്റുമോ? ഇല്ല. നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ? മഹേഷ് വിളിച്ചിട്ടുണ്ടായിരുന്നു, അത് പറയാനാ. ആ ശരി, പോവാം. നിനക്ക് വല്ലതും പറ്റുമോ? ഇല്ല. ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു. അച്ഛൻ എൻ്റെ പുറകിലാണ് നടന്നത്. അന്നേരം ഞാൻ ചോദിച്ചു, അച്ഛാ, അച്ഛനൊന്നും പറ്റിയില്ലല്ലോ? ഞാൻ എന്തെങ്കിലും ഒഴിഞ്ഞു തരണോ? ഏയ് വേണ്ട മോളെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് മോൾക്ക് എന്തെങ്കിലും പറ്റുമെന്നുള്ള പേടി മാത്രമേ ഉള്ളൂ. മഹേഷ് നിന്നെ പൊന്നു പോലെ നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെയുള്ള നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ തെറ്റുകൊണ്ടല്ലേ എന്ന് അവൻ പറയുള്ളൂ. അതുകൊണ്ടാ ഒരു വിഷമം. ഏയ് ഒന്നുമില്ല അച്ഛാ, അങ്ങനെ ഒരു പ്രശ്നവുമില്ല എനിക്ക്. മഴയായതുകൊണ്ട് എൻ്റെ സാരിയെല്ലാം നേരെ തൊട്ടി കിടക്കുകയായിരുന്നു. എങ്ങനെയോ എല്ലാം കൂടി വാരി ചുറ്റി പിടിച്ച് ഞങ്ങൾ നടന്നു. ശേഷം ഞങ്ങൾ വീട്ടിൽ കയറി ഫോൺ എടുത്തു. പക്ഷേ മഹേഷ് അപ്പോഴേക്കും ഫോൺ വെച്ച് പോയിരുന്നു. ഞാൻ അപ്പോഴാണ് മൈച്ചിനെ ശ്രദ്ധിക്കുന്നത്. അച്ഛൻ്റെ മേലെ ചെളിയൊന്നും പോയിരുന്നില്ല. പക്ഷേ അതെല്ലാം അമ്മായിച്ചൻ്റെ ശരീരത്തിന് ഒരു അഴക് പോലെ തോന്നിപ്പിച്ചു. ശേഷം അമ്മായിച്ചൻ എന്നോട് പറഞ്ഞു, മോള് പോയി ഡ്രസ്സ് മാറ്റി, അല്ലെങ്കിൽ പനി വരും എന്ന്. ശരിയച്ചാ, ഞാൻ റൂമിലേക്ക് പോയി ഡ്രസ്സ് മാറി. ഇനിയിപ്പോൾ അമ്മായിച്ചൻ എങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസത്തിന് ശേഷം അമ്മാച്ചൻ എന്നോട് ശ്രദ്ധിച്ചാണ് പെരുമാറിയത്. ഇന്ന് വരെ അതിന് വിട്ട് ഒരു പെരുമാറ്റവും അമ്മാച്ചൻ്റെ അടുത്ത് നിന്ന് എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ദിവസം അമ്മായിച്ചൻ ടൗണിൽ പോയിരുന്നു. ഞാൻ ആ സമയത്ത് കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് ഞാനൊരു വെള്ള ടവൽ എടുത്ത് വന്നു. ഞാൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ അമ്മായിച്ചൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പുറത്തേക്ക് പോയ ആൾ ഇത്ര പെട്ടെന്ന് വന്നു എന്ന് ഞാൻ വിചാരിച്ചു. ആ അച്ഛൻ്റെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു, അത് പിടിച്ചുകൊണ്ടായിരുന്നു ആൾ അവിടെ ഇരുന്നത്. എന്നെ കണ്ടതും ആൾ വേഗം പുറത്തേക്ക് പോയി. ശേഷം ഞാൻ ഡ്രസ്സെല്ലാം മാറി വന്നു. എന്നിട്ട് അച്ഛൻ്റെ റൂമിലേക്ക് നോക്കിയപ്പോൾ അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഞാൻ ചോദിച്ചു, എന്താ അച്ഛാ, എന്ത് പറ്റിയെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഏയ് ഒന്നുമില്ല മോളെ. അല്ല, അച്ഛൻ എന്തോ വിഷമമുണ്ടല്ലോ, അച്ഛൻ എന്താ അങ്ങനെ ഇരിക്കുന്നത്? അച്ഛനെ ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ. അത് മോളെ, ഞാൻ പറയച്ചാ, അച്ഛൻ ആരെക്കുറിച്ച് ആലോചിച്ചത്? ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു, ഞാനും എൻ്റെ ഭാര്യയും. അവളിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ച് പോവുകയാണ്. എന്ത് പറ്റിയച്ചാ അങ്ങനെ ആലോചിക്കാൻ? ഞാൻ അച്ഛനെ നല്ലപോലെ നോക്കുന്നില്ലേ? അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നില്ലേ? അച്ഛനതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അച്ഛൻ എന്താണെങ്കിലും തുറന്നു പറ. എന്താ അച്ഛൻ അങ്ങനെ അമ്മയെക്കുറിച്ച് ആലോചിക്കാൻ? അതല്ല മോളെ, നീ എന്നെ പൊന്നു പോലെ തന്നെയാണ് നോക്കുന്നത്. പക്ഷേ നിന്റെ ജീവിതം ഞാനും എൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നപ്പോൾ എന്ത് സന്തോഷത്തോടെയാണ് കഴിഞ്ഞിരുന്നതെന്ന് അറിയോ? ഞങ്ങൾ ഒരു നിമിഷം പോലും പിരിഞ്ഞിരുന്നിട്ടില്ല. എല്ലാ സന്തോഷങ്ങളും സുഖങ്ങളും ഒരുമിച്ച് അനുഭവിച്ചവരാണ് ഞങ്ങൾ. ഒന്നിനും അവൾ എനിക്കൊരു കുറവും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അവൾക്കും. അങ്ങനെ ജീവിച്ചിരുന്നവളാണ് ഞാൻ. എൻ്റെ മുന്നിൽ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമാവുന്നുണ്ട് മോളെ. അവൻ അവിടെയും നീ ഇവിടെയുമായിട്ട് നീ എങ്ങനെ ഇതൊക്കെ സഹിക്കുന്നു മോളെ? അതാലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം സഹിക്കാൻ പറ്റാത്തത്. അതൊന്നും സാരില്ല അച്ഛാ, എത്രയും പെട്ടെന്ന് എന്നെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കാമെന്ന് ചേട്ടൻ പറഞ്ഞതാ. പക്ഷെ ഞാനാ ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞത്. അച്ഛൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഇവിടെ. ഞാനും കൂടി പോയി കഴിഞ്ഞാൽ അച്ഛൻ എങ്ങനെയാണ് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? മോളെ, അതൊന്നും സാരമില്ല. നീ അവൻ്റെ അടുത്തേക്ക് പോകണം, എന്നാലല്ലേ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ. എങ്കിൽ അച്ഛന് ഞങ്ങളുടെ കൂടെ പോരെ, എന്നാൽ മാത്രമേ ഞാൻ പോവുള്ളൂ. അയ്യോ, അങ്ങനെയൊന്നും പറയില്ല മോളെ. അച്ഛന് ഈ വീടും ഈ നാടും വിട്ട് എങ്ങോട്ടും പോകാൻ താല്പര്യമില്ല.
എന്നാൽ പിന്നെ ഞാനും പോകുന്നില്ല, ഞാനും അച്ഛൻ്റെ കൂടെ ഇവിടെ തന്നെ ഉണ്ടാകും. അതെന്താ മോളെ അങ്ങനെ പറയുന്നത്? പിന്നില്ലാതെ ഞാൻ ഇവിടുന്ന് പോയാൽ പിന്നെ അച്ഛൻ്റെ ഈ രുചിയേറിയ വിഭവങ്ങളൊക്കെ പിന്നെ എങ്ങനെയാണ് കഴിക്കുക? ഒന്ന് പോവോ മോളെ, വെറുതെ മനുഷ്യനെ കളിയാക്കാതെ. എനിക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ജീവിതം കളയരുത്. ഒന്ന് പോവച്ചാ. എത്രയൊക്കെ പറഞ്ഞിട്ടും അമ്മാച്ചൻ്റെ മുഖത്തുള്ളായിരുന്ന ആ സങ്കടം മാറിയിരുന്നില്ല. അമ്മാച്ചൻ മഹേഷിനെ വിളിച്ചു. മോനെ, ആ അച്ഛാ ഇവിടെ നല്ല രീതിയിൽ ജോലി പോകുന്നുണ്ട്. അതല്ല മോനെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അമ്പിളിയെ അമ്പിളിയെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാ എന്ന് പറയാനാണെങ്കിൽ വേണ്ട, അത് അവളുടെ കൂടെ വീടാണിത്. അതല്ല മോനെ, ഒന്നും പറയണ്ട, എനിക്ക് ജോലിക്ക് കയറാൻ സമയമായി എന്ന് പറഞ്ഞ് മഹേഷ് കോൾ കട്ട് ചെയ്തു. അമ്മാച്ചൻ ഫോൺ കട്ട് ചെയ്ത് ഫോൺ കട്ട് ചെയ്ത് വീട്ടിൽ നിന്നും ഇറങ്ങി. പാതിരാത്രിയായിട്ടും അദ്ദേഹം വന്നിട്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി. ഇനി അച്ഛൻ എന്തെങ്കിലും. അപ്പോൾ വീട്ടിൽ ഒരു ഓട്ടോറിക്ഷ വന്നു. അതിൽ നിന്ന് അമ്മാച്ചൻ ഇറങ്ങി. നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം അമ്മാച്ചനെ പിടിച്ച് റൂമിൽ കൊണ്ടുപോയി കിടത്തി. മോളെ, നിന്നെ എനിക്കിഷ്ടമാണ്, പക്ഷേ എൻ്റെ മോനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്ന് പിച്ചും പേരും പറയുന്നുണ്ടായിരുന്നു. ശേഷം ഞാൻ അമ്മേച്ചനെ പിടിച്ച് റൂമിൽ കൊണ്ടുപോയി കിടത്തി. ഞാനും എൻ്റെ റൂമിലേക്ക് പോയി കിടന്നെങ്കിലും ഉറക്കം വന്നില്ല. എന്തായാലും അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഞാനും ആലോചിച്ചു. ശരിയാണ്, എനിക്കും പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്ങനെ മഹേഷേട്ടനില്ലാതെ ഞാൻ ഈ വീട്ടിൽ കഴിയുമെന്ന് ഞാനും ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ? അച്ഛനോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പെട്ടെന്നൊന്നും അങ്ങോട്ട് പോകാനുള്ള കാര്യങ്ങൾ ശരിയാവില്ല എന്ന് എനിക്കറിയാമായിരുന്നു. കാരണം സാമ്പത്തിക സ്ഥിതി കുറച്ച് മോശം തന്നെയാണ്. പക്ഷേ ഞാൻ എന്നെ എങ്ങനെ അടക്കി നിർത്തും? എൻ്റെ അമ്മാച്ചനാണെങ്കിൽ നല്ല കരുത്തുള്ള മനുഷ്യനാണ്. എനിക്ക് വേണ്ടി എത്രത്തോളം ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഒരു ഭർത്താവില്ലാത്തതിൻ്റെ ഒരു ദുഃഖവും എൻ്റെ അമ്മാച്ചൻ എന്നെ അറിയിച്ചിട്ടില്ല. എനിക്ക് വേണ്ടിയാണ് എൻ്റെ അമ്മാച്ചൻ എപ്പോഴും വിഷമിക്കുന്നത്. അച്ഛൻ ഒന്നും കൊണ്ടും വിഷമിക്കില്ല. ഞാൻ സന്തോഷത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. അച്ഛൻ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടല്ലോ, എനിക്ക് അത് മതി. കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒരിക്കലും നിങ്ങളെ അമ്മായിച്ചനെ പോലെ കണ്ടിട്ടില്ല, എൻ്റെ നല്ലൊരു സുഹൃത്തിനെ പോലെ കണ്ടിട്ടുള്ളൂ. അച്ഛനതറിയാലോ. അറിയാം മോളെ. പിന്നെ അച്ഛൻ എന്തിനു വിഷമിക്കണം? അച്ഛൻ എന്താ എന്ന് കുടിച്ചു വന്നത്? എനിക്ക് ഒരു സമാധാനവും ഇല്ല മോളെ. അതുകൊണ്ടാണ് അച്ഛനെ ഒരു കുറവും ഞാൻ വരുത്തില്ല. അമ്മയെ പോലെ തന്നെ ഞാൻ അച്ഛനെ നോക്കിക്കോളാം. മഹേഷിനേക്കാൾ ആരോഗ്യമുള്ള ആളിലെ അച്ഛൻ. ആ ആരോഗ്യം മതി എനിക്കിനി മുന്നോട്ട് ജീവിക്കാൻ. പിന്നീട് അങ്ങോട്ട് ആഘോഷങ്ങളുടെ ദിനരാത്രങ്ങളായിരുന്നു. പാടത്തും പറമ്പിലും തൊടിയിലുമെല്ലാം ഓരോന്നിച്ച് പണികൾ ചെയ്തു. ഒരുപാട് വിളവുകളെടുത്തു. ജീവിതത്തിലെ പുതിയ സന്തോഷങ്ങൾ അങ്ങനെ ആ അമ്മയച്ചനും മരുമകളും തേടി പിടിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അതിൽ നല്ല കഥകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനി വരുന്നതായിരിക്കും. അതായിരിക്കും. ബൈ ബൈ ഫ്രണ്ട്സ്.